നോക്കൂ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? എന്ത്? എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത്? നിന്നോടല്ല, നീ നിന്റെ ജോലിയുടെ. ഇത് റിഹേഴ്സലാ. അവൾക്ക് ഞാൻ ഇന്നൊരു എഴുത്ത് കൊടുക്കാൻ പോവുക. അതിന്റെ റിഹേഴ്സൽ. എന്തൊക്കെ സംഭവിച്ചാലും ഈ എഴുത്ത് ഞാൻ ഇന്ന് അവൾക്ക് കൊടുത്തിരിക്കും. എന്റെ എഴുത്ത് വായിച്ചാ അവൾക്ക് മറുപടി തരാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം എന്റെ ഹൃദയമാണ് ഞാൻ തുറന്നു കാണിക്കാൻ പോകുന്നത്. നീ ഹൃദയമല്ലേ, അല്ലാണ്ട് കക്ഷമൊന്നുമല്ലല്ലോ തുറന്നു കാണിക്കുന്നത്. ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചു വെച്ചിരിക്കുന്ന. എനിക്ക് വെറുതെ കിട്ടുന്നല്ലേ ഇങ്ങനെ കക്ഷത്തിലേക്ക് എടുത്ത് കമത്താൻ. നിന്റെ കയ്യിലിരിക്കുന്ന ഈ ചീപ്പുണ്ടല്ലോ, അതിനേക്കാൾ വലിയ ചീപ്പാണ് നീ. മനുഷ്യൻ ഇത്രയ്ക്ക് ചീപ്പാവരുത്. അതെ, അത് തന്നെ എനിക്കും പറയാനുള്ളത്. മനുഷ്യനാണല്ലേ ഇത്രയ്ക്ക് ചീപ്പാൻ പാടില്ല. ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ സമയമില്ല. ഈ എഴുത്ത് ഞാൻ അവൾക്ക് കൊടുത്തിട്ട് അതിനുള്ള മറുപടി വാങ്ങിച്ചിട്ട് വരട്ടെ. എന്നിട്ട് ഇതിനുള്ള മറുപടി ഞാൻ നിനക്ക് തരുന്നുണ്ട് കേട്ടോ. ഇത്ര പെട്ടെന്ന് കൊടുത്തോ? കൊടുക്കാൻ അവർ തനിച്ചല്ല, കൂടെ ആ ഹിറ്റ്ലറും ഉണ്ട്. ഹിറ്റ്ലറോ? എന്നിട്ട് അയാൾ നിന്നെ കണ്ടാ? കണ്ടെങ്കിൽ പണ്ടാരോടൊക്കെ നീ ഇങ്ങോട്ട് ഓടിക്കറിയത്. പിന്നെ ഞാൻ അങ്ങോട്ട് പോകും. എങ്ങോട്ടെങ്കിലും പോടാ. നിന്നെ ഇതിനകത്ത് കണ്ടാൽ അത് മതി. അയാൾ വന്ന് എന്റെ കട കൂടി തല്ലി പൊളിക്കും. അതിന് പണിയുണ്ട്. ഇത് ആളറിയാണ്ടിരിക്കാനാ. അയാൾ ചോദിച്ചാ വേറെ ആളാണെന്ന് പറഞ്ഞാ മതി കേട്ടാ. ഒന്ന് പോയടാ. ഇങ്ങോട്ട് ഇറങ്ങ്. ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഇതേപോലെ മാറിത്തരാം. താങ്ക് യു. തന്നോട് അതെ എനിക്ക് പറഞ്ഞ. എന്റെ മുടി വെട്ട്. നിന്റെ മുടിയിലെ കഴുത്തോട്ടേണ്ടതോ? കഴുത്തറിയില്ല. എനിക്കിന്ന് പ്രശ്നമില്ല. കൂട്ടിക്കരുത്. വിടാനാ പറഞ്ഞു. പോടാ പോർക്കെ. പോടാ പട്ടി. ആള് മാറിപ്പോയി. ഇത് വേറെ ആളാണ്. അവിടെ നിൽക്കാൻ. ഒന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്യല്ലേ. ഒന്നും ചെയ്യല്ലേ, ഒരു ഭ്രാന്തനാണ്. ഇവിടെ വേണം. അമ്മായി, എന്തോ എന്റെ മാധവൻകുട്ടി ഇത്? ഇങ്ങനുണ്ടോ ഒരു കൊലവിളി? കയ്യിലിരുന്ന ഭരണിയും പൊട്ടിച്ച് തൈരും കളഞ്ഞ് മനുഷ്യന്റെ പ്രാണനും പോയി. എവിടെ അവൻ? അമ്മായിയുടെ പുന്നാരമൻ ബാലേന്ദ്രൻ. ഇതിനാ നീ അട്ടാസം മുടക്കി ഇങ്ങോട്ട് വന്നത്? അവനെ കാണാനായിരുന്നെങ്കിൽ നീ നേരെ അങ്ങ് ബാങ്കിലോട്ട് പോയാ പോരായിരുന്നോ? എന്നാ ഞാൻ നേരെ ബാങ്കിലോട്ട് ചെന്ന് അവന്റെ കരണക്കുറ്റി കിട്ടിട്ട് പിടിച്ചു വരാം. എന്താ കാര്യം മാധവൻകുട്ടി? അവിടെ ചെന്ന് അവൻ അടി കൊടുക്കാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? അവന്റെ തലക്കകത്തുന്ന പിണ്ണാക്കാണോ? എന്റെ വീട് നിറച്ച് പെമ്പിള്ളേരാണത് പോട്ടെ. ഇവിടെ ഇല്ലേ പ്രായപൂർത്തിയായ ഒരെണ്ണം. ആ വിചാരം ആ കഴുതയ്ക്കുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനൊക്കെ ഇവിടെ കയറി ഇറങ്ങി നിരങ്ങാൻ വിടുവോ? ആരെ നിരങ്ങാൻ വിട്ടു നീ പറയുന്നേ? അവന്റെ കൂട്ടുകാരാണെന്ന് പറഞ്ഞവർ തന്നെ ഇവിടെ കയറി ഇറങ്ങി മെഴുകുന്നില്ലേ? അവൻ തന്നെ. ഇവൻ തന്നെ ആള്. ഇവന്മാര് തമ്മിൽ എന്താ കല്യാണം കഴിച്ചോ? ഇങ്ങനെ ഒട്ടിച്ചേർന്ന് ഫോട്ടോ എടുക്കാൻ? അയ്യോ, ഇവനാണോ? ഇവൻ നമ്മുടെ ഹൃദയഭാനു അല്ലേ? ഹൃദയഭാനു പേര് കേട്ടാൽ അറിയാൻ വിട്ടിയാണെന്ന്. ഇവൻ മാത്രമല്ല, ഇവന്റെ അച്ഛനും അമ്മയും ഒക്കെ വിട്ടികളാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ഒരു പേരിടുവോ ഹൃദയഭാനു എന്ന്? അമ്മാവൻ വന്നു. നിന്റെ ഈ ചാട്ടം വെള്ളമൊക്കെ ഒന്ന് നിർത്തണ്ട മാധവൻകുട്ടി. നീ ഇവിടെ ഉണ്ടായിരുന്നു? ഞാൻ നിന്നെ വിളിപ്പിക്കാനിരിക്കുകയായിരുന്നു. ഇന്ന് കവലയിൽ എന്തായിരുന്നു പ്രശ്നം? നീ ആ ബസ് വരെയിട്ട് അടി ഉണ്ടാക്കി കേട്ടല്ലോ. അത് പിന്നെ അവന്മാര് നേരെ പെമ്പിള്ളേര് ബസ്സിൽ കയറാൻ സമ്മതിക്കാന്ന് വെച്ചാ പിന്നെ വേറെ ആരെയാ റോഡിലോട്ട് ഓടിച്ചു കേട്ടല്ലോ? അതാരെയാ? നമ്മുടെ ഹൃദയഭാനുവിന് ഇവന്റെ പെമ്പിള്ളാരുടെ പിന്നാലെ നടക്കുന്നു പറഞ്ഞ. നിനക്കെന്താടാ തലയ്ക്ക് ഓളുണ്ട്? 4-5 പെങ്ങന്മാരുണ്ടെന്ന് വെച്ച് വേറെ ആർക്കും വഴി നടക്കണ്ടേ? അവരൊക്കെ ഓടിച്ചിട്ട് അടിക്കാൻ നടന്നാല് ഭൂമിയിൽ ഇവ മാത്രമുള്ള ഒരു ഏട്ടൻ. എടാ, പെൺകുട്ടിയോട് പ്രായമായാലും അവരെ കെട്ടിച്ചയക്കണം. അതാ സ്നേഹമുള്ള ഏട്ടന്മാര് ചെയ്യേണ്ടത്. ആ ഒരു വിചാരം മാത്രം നിനക്കില്ലാത്തത് എന്താ? മൂത്ത പെണ്ണ് സീതയ്ക്ക് എത്ര നല്ല ആലോചനയോട് ഞാൻ കൊണ്ടുവന്നതാ. ഏതെങ്കിലും ഒരെണ്ണവൻ ആലോചിച്ചോ?
അതെങ്ങനെയാ? അവരെ കെട്ടിച്ചയച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെയും കൊണ്ട് നടന്ന് അടി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഈ അമ്മാവൻ എന്തായി പറഞ്ഞോണ്ട് പോകുന്നത്? അമ്മാവൻ കൊണ്ടുവന്ന് ഏത് കല്യാണക്കാരിയോ ഇത്ര വലിയ ആനക്കാര്യം? ആ എഞ്ചിനീയറുടെ കാര്യമോ? അതൊക്കെ ഞാൻ രഹസ്യമായിട്ട് അന്വേഷിച്ചു. അവൻ ചില പാർട്ടികൾക്കൊക്കെ പോകുമ്പോൾ സീക്രട്ടായിട്ട് കള്ളുകുടിക്കും. പിന്നെ ആ ഡോക്ടർ, അവനൊരു സിഗരറ്റ് തീനി 24 മണിക്കൂർ നേരവും അവന്റെ ചുണ്ടേ സിഗരറ്റാ. ഇവനൊക്കെ പിടിച്ച് എങ്ങനെ അമ്മായി പെങ്ങന്മാരെ കെട്ടിച്ചു കൊടുക്കുന്നത്? എന്റെ മാധവൻകുട്ടി, നീ എന്ത് അക്രമമായി പറയുന്നേ? ഇതൊക്കെ ഒരു കുറ്റവും കുറവാണോ? നീ ഇങ്ങനെ ഭൂമിയിലില്ലാത്ത സർവോത്തന്മാരെ തിരക്കി നടക്കാൻ അവളൊരുത്തി മാത്രമല്ലല്ലോ നിനക്ക് പെങ്ങളായിട്ടുള്ളത്. അവിടെ താഴെ വേറെ 4 എണ്ണമില്ലേ? പിന്നെ നിനക്കെന്നും പറഞ്ഞ് ഞങ്ങളൊരുത്തി ഇവിടെ കാത്തു വെച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ. അവിടെ കാര്യമോ? അവിടെ കരുത്തെ നീ എന്നാ താലി കെട്ടാൻ പോന്നേ? മൂക്കി കൂടെ പല്ല് വന്നിട്ടോ? ഞാൻ പറഞ്ഞു അവളെയും കാത്തു വെച്ചോണ്ട് ഇവിടെ ഇരിക്കാൻ. അത്രയ്ക്ക് ധൃതിയാണെങ്കിൽ മൂക്കി പല്ല് വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കെട്ടിച്ചു കൊടുത്തേര്. അറിയാവടാ, നീ ഒടുവിൽ ഇതേ പറയുള്ളൂ എന്ന് ഞങ്ങൾക്ക് അറിയാവടാ. നിന്നെ ഓർത്തിട്ടല്ല, നിന്റെ അമ്മ ശാരദയെടുത്ത് മരണക്കിടക്കെ കിടന്ന് എന്നോട് പറഞ്ഞ വാക്കാ ഗൗരിയെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന്. പകരം അമ്മൂനെ അവിടെ നിന്ന് ഇങ്ങോട്ടും എടുക്കണേന്ന്. ഇല്ലെങ്കിൽ പണ്ടേക്ക് പണ്ടേ ഞാൻ എന്റെ മോളെ വല്ലവന്റെയും കൂടെ അയച്ചേനെ. എന്റെ അമ്മായി 1000 തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, സീതയുടെ കാര്യം ഒന്ന് കഴിഞ്ഞോട്ടെ. അത് കഴിഞ്ഞാൽ എന്റെയും ഗൗരിയുടെയും ബാലചന്ദ്രന്റെ അമ്മുവിന്റെയും കല്യാണം ഒരേ മുഹൂർത്തത്തിൽ ഒരേ പന്തലിൽ വെച്ച് ഞാൻ നടത്താമെന്ന്. ഇനി അമ്മായിക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാൻ അവളോട് തന്നെ നേരിട്ട് പറഞ്ഞേക്കാം. എവിടെ അവള്? ഗൗരി, ഗൗരി. അവളിവിടെ ഇല്ല. ആ, ഞാനും അത് ആലോചിച്ചു. ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇതിന്റെ നടുക്ക് കാണുമായിരുന്നല്ലോ കുതിര. എവിടെ പോയി? ഡാൻസിനോ ട്യൂഷനോ? ട്യൂഷൻ ഡാൻസിനോ ഒന്നും അല്ല, അവൾ അങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട്, നിന്റെ വീട്ടിലേക്ക്. എന്റെ വീട്ടിലേക്കോ? എന്തിനാ ഇപ്പൊ അവളെ അങ്ങോട്ട് അയച്ചത്? ഞാൻ അയച്ചതാണോ? ഇപ്പൊ ഏത് സമയം അവൾ അവിടെ തന്നെയാ. നീ വരുന്നതിന് തൊട്ട് മുമ്പേ അവൾ ഇങ്ങോട്ട് പോരും. അത് പറ. അപ്പൊ വെറുതെ അല്ല എന്റെ കുട്ടികൾ വഷളാവുന്നത്. ഇവൾ ഒരുത്തി അവരെയും കൂടെ ചീത്തയാക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിൽ ആരെയും നോട്ടം ഇട്ടിരിക്കുന്നെന്ന് ചോദിക്കട്ടെ? നീ ഒന്ന് ചുമ്മാ ഇരിക്കവരി. അയാൾ അയാളുടെ പാട്ടിന് പൊക്കോട്ടെ. അങ്ങനെ പാട്ടിന് പൊക്കോട്ടെ എന്ന് പറഞ്ഞാൽ എങ്ങനെ? നമ്മൾ അറിയണ്ടേ അയാൾ ആരുടെ പിന്നാലെ നടക്കുന്നതെന്ന്? വിട്ടെ, വിടാൻ. ആരെയാ? നമ്പർ 1 സീത സീത. നമ്പർ 2 അമ്മു. നമ്പർ 3 ഗായത്രി. നമ്പർ 4 തുളസി. അയ്യോ, എടി തുളസി, നിനക്കടി നറുക്ക് വേണ്ടിയിരിക്കുന്നത്. ഒന്ന് പോന്നുണ്ടോ ഇവിടുന്ന്? ഞാൻ പറഞ്ഞതാണോ? അയാൾ പറഞ്ഞതല്ലേ. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പ്രേമിച്ചാ മതി. ചീന്നോ? ഗൗരിയർത്തി, ദേ കളി മതിയായിക്കോളൂ കേട്ടോ. മാധവേട്ടൻ വന്ന് കണ്ടാ മതി, അതോടെ എല്ലാം തീരും. മാധവേട്ടൻ എതിർത്താലോ എന്ന് ചോദിക്കാം. എന്റെ ഈശ്വര, ഇവൾക്കിത് എന്തിന്റെ വട്ടാ? മാധവൻ കുട്ടിയേട്ടനില്ലേ? ഹിറ്റ്ലർ ഹിറ്റ്ലർ. ഹിറ്റ്ലറോ? ആൾ എതിർത്താലോ? എന്ത് ചെയ്യും? എതിർത്താലോ? ഫൈറ്റ് ചെയ്യും. മരണം വരെ ഫൈറ്റ് ചെയ്യും. മാധവേട്ടൻ ഇതേതാ ഈ പൈതലാൻ? ഈ ഗൗരിയുടെ ഒരു കാര്യം. ഇങ്ങ് പോരെ ചേച്ചി, അവൾ എന്തെങ്കിലും ആയിക്കോട്ടെ.
കുറ്റിയടിക്കും വേറൊരുത്തും വന്ന് കുറ്റിയടിക്കുന്നു. അയ്യോ എന്നെ തല്ലല്ലേ, വേറൊന്നുമില്ല, എന്റെ സൈക്കിളിൽ ചെയിൻ തെറ്റിയതാണ്. എന്റെ വീടിന്റെ മുമ്പിൽ വരുമ്പോ നിന്റെയൊക്കെ സൈക്കിളിന്റെ ചെയിനല്ല മറ്റു പലതൊക്കെ തെറ്റൂടാ കുട്ടി തേവാങ്കെ. അയ്യോ എന്നെ അടിക്കല്ലേ, ഞാൻ കോമ്പാറയിലെയാ. കോമ്പാറയിലെ മൂത്താൾ കൃഷ്ണനുണ്ണിയുടെ മോനാ ചന്തു. നിന്റെ അച്ഛനും അച്ഛന്മാരും പറഞ്ഞാണോ എന്റെ വീടിന്റെ മുമ്പിൽ ഒന്ന് വൃത്തിയോട് കാണിക്കാൻ? അയ്യോ അല്ലല്ല, അവരറിഞ്ഞ എന്നെ കൊന്നുകളയും. എന്നാൽ അവരല്ല. ഇനി നീ ഈ വീടിന്റെ വാതക്ക് വന്നാൽ നിന്നെ കൊല്ലുന്നവൻ ഞാനായിരിക്കും. ഇപ്പൊ നിന്നെ ഞാനൊന്നും ചെയ്യാതെ വിടുന്നത് നീ കോമ്പാറയിലാണെന്ന് കേട്ട് ഭയന്നിട്ടല്ല, അറച്ചിട്ട് പോടാ ഓ. ഒന്ന് പോടാ ഹിറ്റ്ലറെ, ധൈര്യം ഇങ്ങോട്ട് പോടാ. എവിടെ പോണ ഇവിടെ വടി മതം കയറി എരുമേ പടി. നിനക്ക് ആരെങ്കിലും കണ്ണും കൈയും കാണിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ നിന്റെ വീട്ടിൽ മതി. ഇവിടെ വന്ന് എന്റെ കുട്ടികളെ അടുക്കാക്കണ്ട. ഈ മാധവേട്ടൻ എന്താ ഈ പറയണേ? ഞാൻ ആരെ കണ്ണും കൈയും കാണിച്ചു? ആരെ വേണമെങ്കിലും കണ്ണും കൈയും കാണിച്ചോ, എനിക്ക് ഒരു വിരോധമില്ല. പക്ഷെ അതിനുള്ള സ്ഥലം ഇതല്ല, മനസ്സിലായോ? എടി നീ ഒറ്റ ഒരുത്തില്ല ഇക്കണ്ട പൂവാലന്മാരെ മുഴുവൻ എന്റെ വീടിന്റെ മുമ്പിൽ കൊണ്ടിരുന്നു. നിന്റെ ഈ അളിഞ്ഞ സ്വഭാവം എങ്ങനെ എന്റെ പിള്ളേരിൽ കുത്തിവെക്കാൻ നോക്കിയാലുണ്ടല്ലോ. ആ ഓക്കോ എടി പോവാൻ, അങ്ങോട്ടോടെ പോന്നു ഇങ്ങോട്ട് പോവാൻ. വെറുതെ എല്ലാ ആളുകൾ വിളിക്കുന്ന ഹിറ്റ്ലറിന്. എന്താ എന്താ നീ വിളിച്ചത്? എന്ത്? ഞാനൊന്നും വിളിച്ചില്ല. നീ ഒന്നും വിളിച്ചില്ലേ? നീ ഹിറ്റ്ലർ എന്ന് വിളിച്ചില്ലേ? ഹിറ്റ്ലർ. ഹിറ്റ്ലറോ? അയ്യോ ഞാനോ? കിണുങ്ങല്ലേ. അയ്യോ ഇല്ല മാധവേട്ട, സത്യമായിട്ട് ഞാൻ വിളിച്ചില്ല. ഹിറ്റ്ലർ ഞാൻ കേട്ടിട്ട് പോലുമില്ല. ആരേ ഹിറ്റ്ലർ? നിർത്തറി, ഒറ്റ ബീക്കിയാൻ വെച്ച് വന്നാ. അയ്യോ എന്റെ കണ്ണ്, അയ്യോ എന്റെ കണ്ണ് പോയി. അയ്യോ അയ്യോ. അതിന് കൈ കണ്ണിലൊന്നും കൊണ്ടില്ലല്ലോ. ഇല്ല കൊണ്ടില്ല, എന്റെ കണ്ണ് കുത്തി കളഞ്ഞിട്ട്. അയ്യോ എവിടെ ഞാൻ നോക്കട്ടെ. വേണ്ട. നോക്കട്ടെ എന്നല്ല പറഞ്ഞു, വേണ്ടെന്ന്. തുള്ളാതെ ഇങ്ങോട്ട് കാണിക്കുന്നേ. നോക്കട്ടെ എന്നല്ല പറഞ്ഞു, കിടന്ന് ചാടല്ലേ ഇവിടെ. ആരും കണ്ടില്ല. ടോക്കൺ നമ്പർ 1. നീയാ? അല്ല, വേറെ ആളാ. എന്തു അടയെ കൊണ്ടുവന്ന് നീട്ടി പിടിച്ചിരിക്കുന്നത്? ആപ്ലിക്കേഷൻസ്. എന്റെ കെയർ ഓഫിൽ ഈ ബാങ്കിൽ ഇട്ടിട്ടുള്ള മുഴുവൻ ഫിക്സഡ് ഡെപ്പോസിറ്റുകളും പിൻവലിക്കാനുള്ള ആപ്ലിക്കേഷൻസ്. ക്ലോസ് ചെയ്തിട്ട് ക്യാഷ് എടുക്ക. എടുക്കാം. ആദ്യം നീ അങ്ങോട്ട് മാറിയേ. എന്റെ അമ്മോ. മേടിച്ചോ, ചെക്ക് കൊടുത്ത് കാശ് മേടിക്കാനുള്ള മേടിച്ചോ. ഈ ബാങ്ക് ഇപ്പൊ പൊളിയും. ഇവിടെയുള്ള മുഴുവൻ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ എന്റെയാ. അതെല്ലാം ഞാൻ പിൻവലിക്കാൻ പോവാ. എന്താന്ന്? നിന്റെ ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ അത്രയും നിനക്ക് പിൻവലിക്കണം. അത്രയല്ലേ ഉള്ളൂ. ഇങ്ങനെ കൊണ്ടുവയ്ക്കോ. നിന്റെ മുഴുവൻ ഫിക്സഡ് ഡിപ്പോസിറ്റുകളും കൊണ്ടുവയ്ക്കോ. അതോടെ നിന്നെ കൊണ്ടുള്ള തലവേദന തീരുമല്ലോ. എന്ത് കാര്യത്തിനാണ് ആ കൊരങ്ങ നീ ആ തുളസിയുടെ പിന്നാലെ എന്ന് മാധവേട്ടന്റെ മുമ്പിൽ ചാടിക്കൊടുത്തത്? ഇനി നിന്റെ കൂടെ കണ്ട എന്റെ കഥ കൂടെ കഴിക്കുമെന്ന് അയാൾ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞാ എങ്കിൽ കണക്കായിപ്പോയി. ഇടാ, നിന്റെ അമ്മായിയുടെ മകളെ എനിക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞല്ലേ ഇക്കണ്ട ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ മുഴുവൻ നിന്റെ ഈ ഉണക്ക ബാങ്കിൽ എന്നെ കൊണ്ട് ഇടിച്ചത്. ഒടുക്കൻ ക്ഷമ നഷ്ടപ്പം ഞാൻ കയറി മുട്ടി. ഇപ്പൊ സകലം മുട്ടിയല്ലോ. നിന്നെ കൊണ്ട് ഈ ഡിപ്പോസിറ്റ് ഒക്കെ ഇവിടെ ഇടിപ്പിച്ച് എന്തിനാ? എനിക്ക് വേണ്ടിയാ? എടാ, ഇതൊക്കെ കാണിച്ച് മാധവേട്ടന് നിന്നെ പറ്റി ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാനായിരുന്നു. ഒടുവിൽ മാധവേട്ടനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കുമായിരുന്നു. ആ ഹൃദയഭാനു എത്ര നല്ല പയ്യൻ, എന്ത് റിച്ചാണ് അവൻ.
നമുക്ക് നമ്മുടെ തുളസിക്ക് വേണ്ടി അവനൊന്ന് ആലോചിച്ചാലോടെന്ന്. നശിപ്പിച്ചില്ലേ? അയ്യോ, ഇനി ഇപ്പൊ അയ്യോ പത്തൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. ഇനി നിന്നെ സഹായിക്കാൻ ഈ ഭൂമിയിൽ ഞാനെന്നല്ല ഒരു മനുഷ്യനും സാധ്യമല്ല. ബാലേന്ദ്ര, നിനക്ക് എന്റെ സോറി. നിനക്ക് എന്റെ കാര്യം തന്നെ ഒന്ന് എടുത്തുകൂടായിരുന്നു? ഞാനും അവിടുത്തെ അമ്മും തമ്മിൽ പ്രേമത്തിലാണെന്ന് നിനക്കറിയാമല്ലോ. എന്നിട്ട് അവളെ ഒന്ന് കാണാനോ അവളുടെ പുറകെ നടക്കാനോ ഞാൻ ശ്രമിക്കാത്തെന്താ? പോകാത്തെന്താ? അത് മതി. നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ഞങ്ങളുടെ കല്യാണം പോലും മാധവട്ടം ക്യാൻസൽ ചെയ്ത് കളയും. അതാ പ്രേമം എന്ന് കേട്ടാ അത്രയ്ക്ക് വെറുപ്പാ മനുഷ്യൻ. എങ്കിൽ ഈ ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ മുഴുവൻ ഇവിടെ തന്നെ കിടന്നാലോ? കിടന്നാൽ ഇൻട്രസ്റ്റ് കിട്ടും, അല്ലാതെ വേറെ ഒരു ഗുണവും ഞാൻ കാണുന്നില്ല. ആ ഇൻട്രസ്റ്റ് നീ കൊണ്ട് ചുട്ട് നിന്ന്. ഈ കാര്യത്തിൽ നിന്റെ ഇൻട്രസ്റ്റ് എനിക്ക് വേണ്ടത്. എനിക്ക് ഇൻട്രസ്റ്റ് കേട്ട് എന്താ കാര്യം? നിന്റെ ഈ ചതഞ്ഞ മുഖം പച്ച കുത്തിയതുപോലെ മാധവട്ടന്റെ മനസ്സിൽ പതിഞ്ഞു പോയില്ലേ? എങ്കിൽ ഒരു ഐഡിയ ചെയ്താലോ? പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഈ മുഖത്തിന്റെ ഷേപ്പ് ഒന്ന് മാറ്റിയാലോ? അതിന് നീ പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ മാധവൻകുട്ടി ചേട്ടനെ മുമ്പിൽ ചെന്ന് നിന്ന് കൊടുത്താൽ മതി. ഈ മുഖത്തിന്റെ ഷേപ്പ് അങ്ങനെ മാറ്റിക്കൊള്ളും. പോടാ, നീ ഫിക്സഡ് ഡിപ്പോസിറ്റും ഒക്കെ പിൻവലിച്ച് ആ കാശും കൊണ്ട് കുറച്ചാൾ ഒളിവിൽ താമസിക്കും. ഇനി അങ്ങനെ മുമ്പിൽ ചെന്ന് അടി ബാക്കിയുള്ളവരുടെ ജീവിതം കൂടി തൊലയ്ക്കരുത്. അതിന് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റുകളൊക്കെ പിൻവലിക്കുന്ന ആര് പറഞ്ഞു? മാത്രമല്ല അഡീഷണൽ ആയിട്ട് ഞാൻ കുറച്ച് എമൗണ്ട്സ് ഇടുന്നുണ്ട്. എത്ര? ഓക്കെ 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 ഓക്കെ. ബാലേന്ദ്ര, അയാളെ വരുന്നുണ്ടാ. ആര്? ആ ഹിറ്റ്ലർ. അയാളുടെ കണ്ണി പെടുന്നതിന് മുമ്പ് എവിടെങ്കിലും പോയി ഒളിക്കടാ. ഇങ്ങോട്ട് താഴെ വെക്കണം. അതിലെവിടെയും വഴിയുണ്ടോ? അങ്ങോട്ട്, ഇങ്ങോട്ട്, ഇങ്ങോട്ട്, എങ്ങോട്ട് പോവാം? ഇങ്ങോട്ട്. മതിയോ? ആനൊക്കെ വലിച്ചോടിച്ച് അകത്ത് പോയി. ഇതാരും മാധവേട്ടനോ? എന്താ മാധവേട്ട വിശേഷിച്ച്? ഏതാടാ ഇവൻ? ഇത് നമ്മുടെ ഹൃദയഭാനുവല്ലേ? അതെ, ഹൃദയഭാനു തന്നെ. ഇവനിപ്പോ എവിടാണാവോ? ഇവനെ ഇപ്പൊ എന്റെ വീടിന്റെ വാതകം ഓടിച്ചു കളയലാണ് എന്റെ പ്രധാന പണി. 2 പ്രാവശ്യം ഇവൻ എന്റെ ഇന്ന് രക്ഷപ്പെട്ടു. ഇനി ഇവനെ അങ്ങനെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. എവിടെ അവന്റെ വീട്? ഇവന്റെ വീടും അഡ്രസ്സും ഒക്കെ എനിക്ക് ഉടനെ വേണം. മാധവേട്ടന് നാത്തോട്ടിരുന്നോ? ഞാനൊന്ന് തപ്പിയെടുക്കണം. വേഗം തപ്പിയെടുക്കണം. എടാ, നീ കാരണം ഡെപ്പോസിറ്റ് ഇടാൻ ഞാൻ 3 ലക്ഷം 4 ലക്ഷം. ഓക്കെ ഓക്കെ, സൂക്ഷിച്ചിരുന്നോണേ. താങ്ക് യു. ഹലോ. ഹലോ, മിസ്റ്റർ ബാലേന്ദ്രനല്ലേ? ഉണ്ടല്ലോ. ആരാ? ഒരു ഫ്രണ്ടാ. ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? ഗേൾ ഫ്രണ്ട്. വേറെന്തെങ്കിലും അറിയണോ? മര്യാദയ്ക്ക് ഫോൺ ബാലേന്ദ്രന് കൊടുക്കണം മിസ്റ്റർ. ഏതാടാ ഈ പെണ്ണ്? ഇത് നമ്മുടെ സിൽക്ക് സ്മിതയല്ലേ മാധവേട്ട? എന്നാ അവളെ നിന്നെ വിളിക്കുന്നു. എന്നെ? സിൽക്ക് സ്മിത? എന്തിന്? ഹലോ, ആരാ? ഇത് ഞാനാ ബാലേട്ടാ, അമ്മ. ഏതാ കാട്ടാളൻ? ഏത്? ഫോൺ എടുത്തത്. അയാൾക്ക് ഞാൻ ആരാ എന്താന്നൊക്കെ അറിയണം. ഞാൻ നല്ലോണം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏതാ അയാള്? അത് എന്റെ ഒരു ചേട്ടനാണ്. പേര് മാധവൻകുട്ടി ചേട്ടൻ എന്ന് പറയും. അയ്യോ. ഹലോ ഹലോ ഹലോ. അല്ല മാധവേട്ട, മാധവേട്ട ദേവി, ഇത് ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഇത് മാധവേട്ടൻ വിചാരിക്കുന്ന പോലെയുള്ള പെണ്ണുങ്ങളൊന്നും അല്ല. വേണമെങ്കിൽ ആരായിരുന്നു ഞാൻ പറയാം. പക്ഷെ മാധവേട്ടൻ അവളോട് പോയി ദേഷ്യപ്പെടരുത്. നിന്നെ ഇത് വേറെ ആരുമല്ല, എന്റെ പെങ്ങളൊരുത്തി ഉണ്ടല്ലോ, ഗൗരി, അവളായിരുന്നു. ഗൗരി? പക്ഷെ ഇപ്പുറത്തെ മാധവേട്ടനാന്ന് നമുക്ക് അറിഞ്ഞൂടായിരുന്നു. അതുകൊണ്ടാണ് അവൾ ചീത്ത വിളിച്ചത്. ചീത്ത വിളിച്ചോ? ആര് ചീത്ത വിളിച്ചു? എന്നെ ചീത്ത വിളിച്ചു എന്ന് അവള് പറഞ്ഞോ? ഏയ്, അവളൊന്നും പറഞ്ഞില്ല. അവള് ചീത്ത വിളിക്കാനും മടിക്കാത്തവളായതുകൊണ്ട് പറഞ്ഞതാ. എന്ത് ചെയ്യാം മാധവേട്ട, അവൾ എന്റെ പെങ്ങളായി പോയില്ലേ. പക്ഷെ ഒരു സമാധാനം മാത്രമേ എനിക്കുള്ളൂ. മാധവേട്ടൻ അവളുടെ കഴുത്തിൽ താലി കെട്ടുമല്ലോ, അതോടെ അവളെ സർവ്വ വെള്ളവും തീരും. പിന്നെ ലോകത്ത് മാധവേട്ടനെ മാത്രമേ അവൾക്ക് പേടിയുള്ളൂ. പോ. എന്റെ ദൈവമേ. ഹലോ, ഇവിടെ ഈ മാധവൻകുട്ടിയുടെ വീട് എവിടാ? ഞങ്ങൾ അവിടെ ജോലിക്ക് നിൽക്കാൻ വന്നിരിക്കുന്നതാ. ഞാൻ ഭാർഗവി, ഇതെന്റെ മോൻ സത്യപാലൻ. ഏത് മാധവൻകുട്ടിയുടെ വീടാ? ഹാ, ഞങ്ങള് ജോലിക്ക് നിൽക്കാൻ വന്ന ഒരു മാധവൻകുട്ടിയുടെ വീടില്ലേ, അത് തന്നെ. 5 പെങ്ങന്മാരിലൊരു മാധവൻകുട്ടി ഇവിടെ ഉണ്ട്, അതാണോ? ആ, അത് തന്നെയാ. അവിടുത്തെ പെമ്പിള്ളാരുടെ പിന്നാലെ എപ്പോഴും ആൺകുട്ടികളുടെ ശല്യമാ. അവർക്ക് കാവലിനാ ഞങ്ങള്. വീട്ടിലെ അമ്മയും പുറത്ത് ഞാനും. ആ, അത് നന്നായി. ചേടാ, എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. പെമ്പിള്ളാരുടെ പുറകെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്യുമാർക്ക് നാണാവില്ലേ കോന്തന്മാര്? അമ്മച്ചി,
വീട് ഞങ്ങൾ കാണിച്ചു തരാം. പക്ഷെ അതൊരു വീടല്ല, ലേഡീസ് ഹോസ്റ്റലാ. അവിടുത്തെ വാർഡനാ മാധവൻകുട്ടി. ആദ്യം മകനെ ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് വരാം. എടാ അമ്മച്ചി ഇവിടെ എത്തിക്കേ. സുലൈമാനെ, അമ്മച്ചിയെ കാര്യമായിട്ട് നോക്കിക്കോണേ. വാ, മകനെ ഞങ്ങൾ കാര്യമായിട്ട് നോക്കിക്കോളാം അമ്മച്ചി. ഈ കാലത്ത് ഇങ്ങനത്തെ ആമ്പിള്ളാരുണ്ടല്ലോ. അധികാരമില്ല, ഞങ്ങൾ 3-4 പേരേ ഉള്ളൂ. ആ നിൽക്കുന്ന ഒരാളെ കണ്ടോ? അത് ഒരാളല്ലല്ലോ, ഒരുപാട് പേരുണ്ടല്ലോ. എനിക്ക് എല്ലാരെയും കാണാം. അതല്ല, ആ കറുപ്പുടുപ്പിട്ട ആള്. അതാ മാധവൻകുട്ടി. മാധവൻകുട്ടി അതല്ല, പക്ഷെ അയാളോട് ചോദിച്ചാൽ മതി, അയാൾ ആളെ കാണിച്ചു തരും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചോദിക്കുമ്പോൾ വെറും മാധവൻകുട്ടി എന്ന് മാത്രം ചോദിച്ചാ പോരാ, ഹിറ്റ്ലർ മാധവൻകുട്ടി എന്ന് തന്നെ ചോദിക്കണം. എന്ത് മാധവൻകുട്ടി? ഹിറ്റ്ലർ മാധവൻകുട്ടി. വീട്ടുപേരാ? അതെ. നല്ല പേരല്ലേ? ചെന്ന് ചോദിക്കും, അയാൾ അപ്പ കാണിച്ചു തരും. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഓ, ഇതൊക്കെ എന്ത് താങ്ക് യു. താങ്ക് യു. ഹലോ, ഇവിടെ ഈ ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ വീട് എവിടാ? ഇതെന്താ ചെവി കേട്ടൂടെ? എടോ, ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ വീട് ഏതാണെന്ന്. പണി നടക്കട്ടെ. അമ്മച്ചി, കാലി പോലില്ലേ? ഉണ്ടായിരുന്നത് ഇപ്പോൾ കാലിയായി. ഓ, അത് ശരി. ഈ തള്ളയെ വിടണോ? അവർക്ക് ഇപ്പോഴേ തീരെ കാറ്റില്ലാത്ത. നീ മിണ്ടായിരിക്കെ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അമ്മച്ചി, മോനെ ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അപ്പൊ തന്നെ ജോലി പ്രവേശിച്ച് കിടക്കുകയും ചെയ്തു. കിടക്കുകയും ചെയ്തോ? അതെന്തൊരു ജോലി? അതൊക്കെ അവിടെ ചെല്ലുമ്പോ നേരിട്ട് കാണാലോ. സുലൈമാനെ, ഒന്ന് പിടിച്ചോ, പിടിച്ചോ. സഞ്ചി കൊടുത്ത്. കൊടുത്തു. നീ ഇവിടെ ഇരുന്നോ. ആ നിൽക്കുന്ന കറുപ്പ് ഷർട്ടിട്ട ആളെ അമ്മച്ചി കാണാമോ? പിന്നെ നല്ല കലക്കനായിട്ട് കാണാം. അയാളോട് ചെന്ന് ചോദിച്ചാ മതി, ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ വീട് ഏതാണ്. എന്ത് മാധവൻകുട്ടിയാ? ഹിറ്റ്ലർ. ഹിറ്റ്ലറോ? അയ്യേ, ഹിറ്റ്ലർ അല്ല, ഹിറ്റ്ലർ. HITTLER. മതിയടാ, പിന്നെ പരീക്ഷയ്ക്ക് പോവല്ലേ, സ്പെല്ലിംഗ് ഒക്കെ പഠിപ്പിച്ചു വിടാൻ. അമ്മച്ചി ഒന്ന് പറഞ്ഞ ഹിറ്റ്ലർ. ഹിറ്റ്ലർ. മറന്നു പോകാതിരിക്കാൻ മനസ്സിൽ പറഞ്ഞോണ്ട് പോയാൽ മതി. ഹിറ്റ്ലർ. 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 അയ്യോ അയ്യോ, പാണ്ടാരോടങ്ങ മനുഷ്യനെ കൊല്ലുവല്ലോ. തള്ളും കുടിച്ച് വഴിയിലാന്ന് വന്ന് കമ്മന്നടിച്ച് കിടക്കുന്നത്. അങ്ങോട്ട് മാറി കിടന്നാ തടിയാ. ഈ മാധവൻകുട്ടിക്ക് ഒരു ഇരട്ടപ്പേരുണ്ടല്ലോ മക്കളെ, അതെന്തുവാ? ഈ മാധവൻകുട്ടിക്ക് ഒരു ഇരട്ടപ്പേരുണ്ടല്ലോ മക്കളെ, അതെന്തുവാന്ന്? ആ കൊച്ചന്മാര് പ്രത്യേകം പറഞ്ഞയച്ചതാ, മറക്കല്ലേ എന്ന്. എന്തുവാ പേരെന്തുവാന്നാ പറഞ്ഞേ? ഓടിക്കോ. തള്ളെ ചാകാൻ വേറെ വഴിയൊന്നുമില്ലേ? ഹിറ്റ്ലർന്ന് വിളിച്ച ഒരുത്തനെ തല്ലി ബോധം കെടുത്തിട്ടിരിക്കുന്ന കണ്ടില്ലേ? എന്റെ മോൻ സത്യവാളനല്ലേ ഇത്? മോനെ സത്യവാള, നോക്കി നിൽക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ടോടോ. 2 പരിപ്പ് വടയും.